ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് സ്കാൽപ്പിങ്ങിൻ്റെ നാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഏതൊക്കെ സ്റ്റോക്സുകളാണ് സ്കാൽപ്പിങ്ങിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ ഹയസ്റ്റ് ഓപ്പണിൻ്റെ തൊട്ടടുത്ത് ട്രേഡ് നടക്കുന്ന സ്റ്റോക്സുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ സ്റ്റോക്സ് ഒന്ന് സെലക്ട് ചെയ്യാം. ആദ്യത്തെ സ്റ്റോക്സ് നമുക്ക് കിട്ടിക്കുന്നത് പവർ ഗ്രിഡ് ആണ്. ഇപ്പോൾ ഹയസ്റ്റ് ഓപ്പണിൻ്റെ തൊട്ടടുത്താണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഹയസ്റ്റ് ഓപ്പണിൻ്റെ ലെവൽ ഒന്ന് മാർക്ക് ചെയ്യണം. 295 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ലെവൽ. ഇതിന് തൊട്ട് മുകളിലോ താഴെയോ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ലെവൽ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ലെവൽസും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് 5 മിനിറ്റ് ക്യാനിൽ നമ്മുടെ ലെവൽസിന് മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈയും താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലും ആണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്സ് നോക്കാം. അടുത്ത ഇൻഡസ് ഇന്ത്യ ബാങ്ക് ആണ്. അപ്പോൾ ഇൻഡസ് ഇന്ത്യ ബാങ്കും ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ അടുത്താണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ലെവൽ എന്ന് പറയുന്നത് 840 ആണ്. ഇനി നമുക്ക് ഇവിടെയും തൊട്ടറിഞ്ഞ റെസിസ്റ്റൻസിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ലെവൽ കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. അടുത്ത മാസ്ഡോക്ക് ആണ്. മാസ്ഡോക്കും ഹയസ്റ്റ് ഓപ്പണിനസിന് തൊട്ടടുത്താണ് ട്രേഡ് നടക്കുന്നത്. നമുക്ക് ആദ്യം ഹയസ്റ്റ് ഓപ്പണിനസ് ലെവൽ ഒന്ന് മാർക്ക് ചെയ്യാം. 3300 ആണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ലെവൽ. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് ലെവൽ കൂടി മാർക്ക് ചെയ്യാം. ഇത് നമ്മുടെ nicolosnila.com നമ്മുടെ മൊമെൻറ്റം സ്കാനറിൽ വന്നിരിക്കുന്ന സ്റ്റോക്സ് ONGC ആണ്. അപ്പോൾ ONGC നല്ല രീതിയിൽ അപ്സൈഡ് കയറി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സപ്പോർട്ട് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ലെവലിൽ ടച്ച് ചെയ്യുമ്പോഴാണ് നമുക്കൊരു എൻട്രി വരുന്നത്. ഇനി ഇതിന് മുകളിൽ വല്ല റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഏരിയയിൽ ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവൽ ഇപ്പോൾ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ആ ലെവൽ കൂടി നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ ആ ഒരു ലെവലും ബ്രേക്ക് ചെയ്തിട്ടാണ് ട്രേഡ് നടക്കുന്നത്. ഇനി ഇതിന് മുകളിൽ വേറെ റെസിസ്റ്റൻസ് ലെവൽ ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമുക്ക് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ലെവലിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റിന് ആ ലെവൽ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈയിലേക്ക് പോകാം. അതല്ല, റെഡ് ക്യാൻഡിൽ ഈ ലെവലിൽ ടച്ച് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ്. അടുത്ത സ്റ്റോക്സ് ലോറസ് ലാബ് ആണ്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിന് തൊട്ടടുത്താണ് ട്രേഡ് നടക്കുന്നത്. നമുക്ക് ലോറസ് ലാബിൻ്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇനി ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ലെവൽ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ 680 ആണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ലെവൽ. ഇതിന് തൊട്ട് താഴെയുള്ള ആ ഒരു സപ്പോർട്ട് ലെവലോടെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് പവർ ഗ്രിഡിൽ ഇപ്പോൾ ഒരു സെല്ല് ആക്റ്റീവ് ആയിട്ടുണ്ട്. നമ്മുടെ ലെവൽസിന് താഴെ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സെല്ല് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ടാർഗറ്റ് നോക്കണം. അപ്പോൾ ടാർഗറ്റ് തൊട്ടടുത്തുള്ള സപ്പോർട്ട് ലെവലാണ് നമ്മൾ ടാർഗറ്റായിട്ട് എടുക്കാറ്. നമുക്ക് ടാർഗറ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലെവലാണ് നമ്മൾ ടാർഗറ്റായിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ ഒരു സപ്പോർട്ടുണ്ട്. അപ്പോൾ ONGC ഇപ്പോൾ നമ്മുടെ ടാർഗറ്റോടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ പറഞ്ഞിരുന്നു ആ ലെവലിൽ ടച്ച് ചെയ്ത് റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന അവിടെ സെല്ലാണെന്ന്. കണ്ടോ, എക്സാക്റ്റ് അവിടെ നിന്ന് സെല്ല് വന്നു. നമ്മുടെ ഇവിടുത്തെ ടാർഗറ്റ് വന്നിട്ടുണ്ട്. ഇനി മാർക്കറ്റ് ഈ ഒരു ലെവൽസിന് താഴെ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ONGC നമ്മുടെ മൊമെൻറ്റം സ്കാനറിൽ വന്ന സ്റ്റോക്കാണ്. ഇപ്പോൾ ഇൻഡസ് ഇന്ത്യ ബാങ്ക് നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്ത് 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് സെല് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ടാർഗറ്റായിട്ട് കാണുന്നത് നിയറസ്റ്റ് സപ്പോർട്ട് ലെവലാണ്. ഈ ഒരു ലെവലാണ് സപ്പോർട്ട് എന്ന് പറയുന്നത് നിയറസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ലെവലൊന്ന് മാർക്ക് ചെയ്യാം. ഇപ്പോൾ പവർ ഗ്രിഡ് ഇപ്പോൾ താഴേക്ക് വരുന്നുണ്ട്. ഓക്കെ, പവർ ഗ്രിഡ് നമ്മുടെ സപ്പോർട്ടിലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടാർഗറ്റോടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു പോയിന്റ് ടാർഗറ്റ് ഹിറ്റാണ്. ഇപ്പോൾ ലോറസ് ലാബ് നമുക്ക് ഒരു സെൽ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്ത് 5 മിനിറ്റ് റെഡ് ക്യാനിൽ താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സെല്ലാണ്. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവലാണ് നമ്മൾ ടാർഗറ്റ് ആയിട്ട് എടുക്കുന്നത്. ഈ ഒരു പോയിൻ്റാണ് സപ്പോർട്ട് വന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, ഇൻഡസ് ഇന്ത്യ ബാങ്ക് ഇപ്പോൾ നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ടാർഗറ്റോടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഡസ് ഇന്ത്യ ബാങ്ക്. അപ്പോൾ നമുക്ക് ഇൻഡസ് ഇന്ത്യ ബാങ്കിൽ ഷോർട്ട് സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റാണ്. ഇപ്പോൾ മാസ്ഡോക്ക് നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. 5 മിനിറ്റ് ക്യാനിൽ നമ്മുടെ ലെവൽസിന് താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സെല്ലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സപ്പോർട്ട് കണ്ടുപിടിക്കണം. ഇപ്പോൾ നിയറസ്റ്റ് സപ്പോർട്ട് ലെവൽ എവിടെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, നല്ല രീതിയിൽ താഴെയാണ് സപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ലെവലൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരുപാട് കാനൽസ് ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെവൽസ് മാർക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ടാർഗറ്റ് എടുക്കുന്നത്. ഓക്കെ, ഇത് നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ONGC നമുക്ക് വീണ്ടും ഒരു സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു സപ്പോർട്ട് ലെവലിന് താഴെ 5 മിനിറ്റ് റെഡ് ക്യാനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് സെല്ലിലേക്ക് പോകാം. തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ നമുക്ക് വേണമെങ്കിൽ ടാർഗറ്റ് ആയിട്ട് കാണാവുന്നതാണ്. ഓക്കെ, ONGC നമ്മുടെ ടാർഗറ്റ് ഇവിടെ വീണ്ടും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലോറസ് ലാബ് നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് നമ്മുടെ സെൽ ലെവലിൽ നിന്ന് വീണ്ടും എക്സാക്റ്റ് ആ പോയിന്റ് റീടെസ്റ്റ് ചെയ്തിട്ടാണ് വീണ്ടും ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മാസ്ഡോക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന നമുക്ക് വിചാരിക്കാം. അപ്പോൾ നല്ല രീതിയിലുള്ള ടാർഗറ്റാണ് മാസ്ഡോക്കിൽ വന്നിരിക്കുന്നത്. ഏകദേശം 2% ടാർഗറ്റ് ഉണ്ട്. ഓക്കെ, മാസ്ഡോക്ക് നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എല്ലാ സ്റ്റോക്സുകളിലും ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാണ്ട് തന്നെ. അപ്പോൾ ഏകദേശം നമുക്ക് 2% പ്രോഫിറ്റ് വന്നിട്ടുണ്ട് മാസ്ഡോക്കിൽ. അപ്പോൾ സ്റ്റോക്ക് സ്കാൽപ്പിങ്ങിൽ എങ്ങനെയാണ് സപ്പോർട്ട് ലെവൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവൽ പ്രീവിയസ് ചാർട്ട് ലെവൽ നോക്കിയിട്ട് മാർക്ക് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് അതാണ് നോക്കേണ്ടത്. പിന്നെ ഞാൻ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. അതായത് ഈ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് DIA ഇൻഫോ സൊല്യൂഷൻ ആണ്. പക്ഷേ ഈ ഒരു ഐഡിയ എൻ്റെയാണ്. ആ ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്കായിട്ട് ഒന്നുകൂടി ഷെയർ ചെയ്യാം. അതായത് നമ്മൾ 2 ദിവസത്തെ ഫ്യൂച്ചർ ബാവ് കോപ്പിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. എൻ്റെ ഈ സോഫ്റ്റ്വെയറിലെ ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രേഡ്, അതായത് ഇന്ന് 12-ാം തീയതി ആണെങ്കിൽ ഞാൻ ജസ്റ്റ് 10-ാം തീയതിയിലത്തെ ബാവ് കോപ്പി ആദ്യം ഇവിടെ ഡൗൺലോഡ് ചെയ്യും. അതിനുശേഷം 11-ാം തീയതിത്തെ ബാവ് കോപ്പി ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ 2 ബാവ് കോപ്പി ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലോഡ് എക്സ്പയറീസ് ഞാൻ കൊടുക്കും. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള എക്സ്പയറി കിട്ടും. നമുക്ക് 3 എക്സ്പയറി കാണുന്നുണ്ടായിരുന്നു, റീസെൻ്റ് എക്സ്പയറിയാണ് എടുക്കാറ്. ഇനി ഇവിടെ നമ്മൾ ട്രെൻഡാണ്, ഇവിടെ ബുള്ളിഷ് ബെയറിഷ് ട്രെൻഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇനി കമ്പയർ സ്ട്രൈക്ക് കൊടുക്കും. അപ്പോൾ കമ്പയർ സ്ട്രൈക്ക് കൊടുക്കും, അതുപോലെ ഫെച്ച് LTP കൊടുക്കും. അപ്പോൾ ഞാനിത് 5 years ആയിട്ട് API ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് LTP ലൈവായിട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ എനിക്ക് അറിയാൻ സാധിക്കും ഏതൊക്കെ സ്റ്റോക്സിലാണ് ഹയസ്റ്റ് ഓപ്പർച്യൂണിറ്റി എടുത്ത് ട്രേഡ് എടുക്കണമെന്ന്. ഇത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ 2 സ്റ്റോക്സ്, നമ്മൾ 2 ബാവ് കോപ്പി, അതായത് 2 ദിവസത്തെ ബാവ് കോപ്പികളാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇതിൽ ഇനി നമുക്ക് ബുള്ളിഷ് ഓപ്ഷൻ ഉണ്ട്. ആ ബുള്ളിഷ് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് C അപ്പ്, അതായത് കഴിഞ്ഞ 2 ദിവസം C അപ്പായിട്ടുള്ളത്. അതായത് ഇപ്പോൾ 10-ാം തീയതി 1600 ആയിരുന്നു C ഉള്ളത്. 11-ാം തീയതി ആയപ്പോൾ 1640. അപ്പോൾ അവിടെ ഒരു Cയിൽ ആ ഒരു സ്ട്രൈക്ക് അപ്പ് സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ബുള്ളിഷിനകത്ത് വരും. നമ്മൾ ബെയറിഷ് ട്രെൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് CDSൽ നോക്കാം. CDSൽ നമുക്ക് ജൂൺ 10-ാം തീയതിയിൽ 1800 ആയിരുന്നു. എന്നാൽ 11-ാം തീയതി വന്നപ്പോൾ അത് 1700 താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് P ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് ബെയറിഷ്. അപ്പോൾ ഇത് നമുക്കൊരു തരത്തിലുള്ള ബയോ സെല്ലോ ഇൻഡിക്കേഷൻ തരത്തില്ല. നമ്മൾ ജസ്റ്റ് നല്ല സ്റ്റോക്സുകൾ സെലക്ട് ചെയ്തെടുക്കാൻ കിട്ടുന്നതാണ്. കാരണം ഈ P ഡൗൺ അല്ലെങ്കിൽ P അപ്പ് സൈഡ് അതിനൊക്കെ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിൽ തന്നെ നമ്മൾ മോർണിംഗിൽ ഏതൊക്കെ സ്റ്റോക്സുകളാണ് LTPക്ക് തൊട്ടടുത്ത് ട്രേഡ് നടക്കുന്നത് ആ സ്റ്റോക്സാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രോംപ്ടൺ പറയാം. അപ്പോൾ ക്രോംപ്ടൺ LTP നിൽക്കുന്നത് 343.75 ഓക്കെ. അപ്പോൾ അത് ബെയറിഷ് ട്രെൻഡ് വരുന്നതാണ്, P ഡൗൺ ആണ്. അപ്പോൾ നമുക്ക് Pയിൽ നോക്കുമ്പോൾ 345 കഴിഞ്ഞ ദിവസത്തെ P. അപ്പോൾ അതിന് തൊട്ടടുത്താണ് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചാർട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി വരുന്നുണ്ട്. ജസ്റ്റ് ആ ചാർട്ട് ഓപ്പൺ ആവും.
ഇനി നമ്മൾ ആ ഒരു ലെവൽ, ആ ഒരു 345 ലെവൽ ഇവിടെ മാർക്ക് ചെയ്യും. അതിനുശേഷം അതിന് തൊട്ടടുത്ത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കും. ഓക്കെ, പിന്നെ 5 മിനിറ്റ് ക്യാൻഡലിനെ ക്ലോസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. 5 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ബൈ എടുക്കും. അതല്ല ഇതേപോലെ താഴെയാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്ന് സെല്ല് എടുക്കും. അത് നമ്മൾ ടാർഗറ്റ് ആയിട്ട് കാണുന്നത് അടുത്ത സപ്പോർട്ട് ലെവൽ, ആ ഒരു ലെവൽസ് മാർക്ക് ചെയ്യാനാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ ഈ കഴിഞ്ഞ 4 വീഡിയോസിലും പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്കാനർ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സലിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എക്സലിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. പക്ഷേ എക്സലിൽ ഒരുപാട് സമയം എടുക്കും. ഞാൻ ആദ്യം എക്സലിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനുവേണ്ടി 3-4 മണിക്കൂർ എനിക്ക് സമയം പോയിരുന്നു. നമ്മൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു എടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ദിയ ഇൻഫോ സൊല്യൂഷൻസ് ആണ് എനിക്കിത് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ വേണമെങ്കിൽ ജസ്റ്റ് ദിയ ഇൻഫോ സൊല്യൂഷനെ കോൺടാക്ട് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഏതെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ആ ഒരു ഐഡിയയിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ദിയ ഇൻഫോ സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോക്ക് സെലക്ഷനിൽ ഒരു മെത്തേഡ്. പിന്നെ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ nikolosnila.com സ്ക്രീനറിൽ പോയി കഴിഞ്ഞാൽ 5 ഇയേഴ്സിൻ്റെ സ്റ്റോക്ക് ഫിൽറ്റർ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ മാച്ച് ചെയ്ത് വരുന്ന സ്റ്റോക്സുകൾ കിട്ടുന്നതാണ്. അതായത് ഞാൻ സാധാരണ ക്വാണ്ടിറ്റിയും അതുപോലെ വാല്യൂസ് പെർസെൻറ്റേജ് ചേഞ്ച് ആണ് നോക്കാറ്. ഇപ്പോൾ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ 1 CR ആണ് കൊടുക്കാറ്. അപ്പോൾ അത് 1 കോടി ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വോളിയം നടക്കുന്ന സ്റ്റോക്ക് ആയിരിക്കും. പിന്നെ പെർസെൻറ്റേജ് ചേഞ്ച്, ഓക്കെ, ആ പെർസെൻറ്റേജ് ചേഞ്ച് +1 ആണ് കൊടുക്കാറ്. ഇവിടെ മാറ്റാം. അപ്പോൾ ഏതെങ്കിലും സ്റ്റോക്സുകൾ 1% മുകളിൽ ട്രേഡ് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് മോർണിംഗിൽ നമുക്ക് ONGC ആണ് വന്നിരുന്നത്. അപ്പോൾ ONGC 9:33 നമുക്ക് കിട്ടിയെന്ന് തോന്നുന്നത്. ആ സമയത്ത് ONGC ശതമാനത്തിന് മുകളിലായിരുന്നു ട്രേഡ് നടന്നിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ സമയത്ത് ONGC കിട്ടിയിരുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് മൈനസ് സ്റ്റോക്കുകൾ, നെഗറ്റീവ് സ്റ്റോക്സ് ആണെങ്കിൽ ജസ്റ്റ് നെഗറ്റീവ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ സമയത്ത് വരുന്ന സ്റ്റോക്സുകൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അതായത് 1 കോടി വോളിയത്തിൽ -20 പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്സുകൾ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരുപാട് സ്റ്റോക്സുകൾ കാണിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു മോർണിംഗ് ടൈമിൽ 1-2 സ്റ്റോക്സുകളായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോക്സുകൾ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്കാനർ നമുക്ക് 5 ഇയേഴ്സിൻ്റെ API ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 5 ഇയേഴ്സിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കാനർ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എൻ്റെ റെഫറൻസിലാണ് 5 ഇയേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ എല്ലാ സ്കാനേഴ്സും, അതായത് 5 ഇയേഴ്സിൻ്റെ എല്ലാ സ്കാനേഴ്സും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ nikolosnila.com പ്രീമിയം മെമ്പർഷിപ്പിലും ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജിസ് വീഡിയോസ് ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.